സഫാരി ഇൻഫോ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കൈലാസ് ബുള്ളിയൻ്റെ MD-യും അനലിസ്റ്റുമായ പ്രദീപ് കൈലാസ് സാറാണ്. സാറ്, സ്വർണത്തിൻ്റെ വിലയിൽ ഇപ്പോൾ നല്ലൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അത് ഇനിയും താഴുമെന്നാണ് ഈ ജ്വല്ലറി മേഖലയിലുള്ളവർ പറയുന്നത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? സ്വർണത്തിൻ്റെ വലിയ ഉയർച്ചയ്ക്ക് കാരണം കേന്ദ്ര ബാങ്കുകൾ ഡീഡോളറൈസേഷൻ നടത്തുന്നതാണ്. അതായത് പല രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ അവരുടെ US ഡോളറിലുള്ള ആശ്രിതത്വം കുറച്ച് സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തുന്നതാണ്. അവരുടെ സ്വർണ്ണ കരുതൽ ധനാനുപാതം ഉയർത്തുന്നതാണ്. ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനാൽ സ്വർണത്തിൽ ഉയർച്ചയ്ക്ക് തന്നെയാണ് സാധ്യത. താൽക്കാലികമായി ചെറിയ ഇറക്കം സംഭവിച്ചാലും സ്വർണം വീണ്ടും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറും. മറ്റൊന്ന്, US ഡോളറിൻ്റെ മൂല്യം കുറച്ചു നിർത്തേണ്ടത് US ഗവൺമെൻറ്റിൻ്റെ ഒരു അത്യാവശ്യം കൂടിയാണ്. അവർക്ക് അവരുടെ കടത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ ഡോളറിൻ്റെ മൂല്യം കുറച്ചു നിർത്തേണ്ടത് അത്യാവശ്യമായതിനാൽ അതും സ്വർണത്തെ പിന്തുണയ്ക്കും. മാത്രമല്ല, US ഗവൺമെൻറ്റിൻ്റെ പലിശ നിരക്ക് ഇപ്പോഴും, ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. അതും കേന്ദ്ര ബാങ്കിന് കുറച്ച് കൊണ്ടുവരേണ്ടതായുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും സ്വർണത്തെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങളായതിനാൽ സ്വർണത്തിൽ വീണ്ടും ഉയർച്ച പ്രതീക്ഷിക്കാം. എന്നാലും അത് 70,000-ലേക്കും 50,000-ലേക്കും താഴുമെന്നാണ് അവർ പറയുന്നത്. അവിടെ ആ രീതിയിലൊക്കെ ആവാൻ സാധ്യതയുണ്ടോ? വളരെ സാധ്യത കുറവാണ്. ലോഹം ഇപ്പോൾ $4,000 ഔൺസിന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇറങ്ങുകയാണെങ്കിൽ മാക്സിമം $3,800 ഒരുപക്ഷെ 3,700 വരെ ഇറങ്ങി വന്നേക്കാം. അതായത് പവന് 86,000 മാക്സിമം 82, 80,000 വരെ ഇനി അഥവാ കുറയുകയാണെങ്കിൽ മാക്സിമം കുറഞ്ഞെന്ന് വരാം. ഇനി ആ റേഞ്ചിലേക്ക് ഇറങ്ങി വന്നാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓക്കെ, നമ്മൾ താഴ്ചയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി അത് മുകളിലേക്കാണെങ്കിൽ നമുക്ക് എത്ര വരെ പ്രതീക്ഷിക്കാം? ഒരു 1,00,000 വരെയൊക്കെ അത് കയറാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. താൽക്കാലികമായി ഇറങ്ങിയാലും മുകളിലേക്ക് തന്നെ ഉയർന്ന് പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ്, അതായത് ഈ മാർച്ച് 31 മുൻപ് ലോഹം 1,00,000 മറികടന്ന്, പവന് 1,00,000 മറികടന്ന് 1,10-നും 1,20-നും ഇടയിലേക്ക് വരെ കയറി വന്നേക്കാം. ചിലപ്പോൾ 1,00,000 ഈ ഡിസംബറിൽ തന്നെ മറികടന്നാലും അത്ഭുതപ്പെടാനില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്വർണത്തിന്റെ ഒരു ലോങ് ടൈം വ്യൂ എന്തായിരിക്കും? ഒരു 2030 ആകുമ്പോഴേക്ക് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഞങ്ങളുടെ ലോങ് ടൈം വ്യൂ, ലോഹം 2028-നും 30-നും ഇടയിൽ $8,000-നും $10,000-നും ഇടയിലേക്ക് കയറി വരുമെന്നതാണ്. ഇത് ഞങ്ങളുടെ മുൻപുള്ള 2023-ലെ അനാലിസിസ് ആയിരുന്നു. അന്നിതിനെ പലരും ഭ്രാന്തമായ തീരുമാനം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത പ്രവചനം എന്നാണ് വിമർശിച്ചിരുന്നത്. ഓക്കെ, ഇനി സിൽവറിന്റെ കാര്യത്തിലാണെങ്കിൽ സാർ മുമ്പ് സിൽവറിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഒരാളാണെന്ന് നമുക്കറിയാം. അതുപോലെ സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അധികം സിൽവറിലാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഭാവിയിലേക്ക് സിൽവറിനെ സാർ നോക്കിക്കാണുന്നത് എങ്ങനെ? എന്താണ് സിൽവറിന്റെ ഒരു ഭാവി? സിൽവർ 2028-നും 30-നും ഇടയിൽ $150-നും $200-നും ഇടയിലേക്ക് കയറി വരുമെന്നാണ് ഞങ്ങളുടെ അനാലിസിസ്. ഇത് ഇപ്പോഴുള്ളതല്ല, 2 വർഷം മുൻപ് 2023-ലെ ഞങ്ങളുടെ പ്രവചനമായിരുന്നു. അന്ന് സിൽവർ $21-നും $20-നും ഇടയിലായിരുന്നു വിനിമയം ചെയ്തുകൊണ്ടിരുന്നത്. ആ റേഞ്ചിൽ നമ്മളുമായി ബന്ധപ്പെട്ട നിരവധി പേരും സിൽവറിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളന്ന് സേലത്ത് നിന്നായിരുന്നു സിൽവർ ബാറുകൾ വാങ്ങിയിരുന്നത്. അന്ന് അവർ ചോദിച്ചു, കൈലാസ്, എന്തിനാണ് സിൽവറിൽ ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? ഇതിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് 5 വർഷം കൊണ്ട് സിൽവർ 5 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ ഉയർന്നേക്കാമെന്നാണ്. പക്ഷെ അന്ന് അതിനെ അവർ ഭ്രാന്തമായ അനാലിസിസ് എന്ന് പറഞ്ഞാണ് അവർ വിമർശിച്ചിരുന്നത്. അവർ പറഞ്ഞിരുന്നത് അവരുടെ അനുഭവത്തിൽ സിൽവർ ഒരു ബുൾ റണ്ണിൽ ഇരട്ടിയിലേറെ ഉയർന്ന ചരിത്രമില്ല എന്നാണ്. അതിനാൽ
സിൽവറിൽ വലിയ ഉയർച്ച പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ പ്രവചനം അസ്ഥാനത്തായിരിക്കുമെന്നാണ്. പക്ഷേ കാലം ഞങ്ങളുടെ പ്രവചനം ശരിയാണെന്ന് തെളിയിച്ചു. സിൽവർ ഇപ്പോൾ ഏകദേശം 2 ഇരട്ടിയിലേറെ ഉയർന്നു. ഇനി അടുത്ത ബുൾ റണ്ണിനുള്ള ഒരുക്കത്തിലാണ് സിൽവർ. അതെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സിൽവറിൽ ഹ്യൂജ് ഇൻക്രീസിങ്, അതായത് 2028-നും 30-നും ഇടയിൽ $150 $200 ഇടയിലേക്കുള്ള കയറ്റം സിൽവറിൽ സംഭവിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അതിലും വലിയ കയറ്റം സംഭവിച്ചെന്നും വരാം. സിൽവറിലും ഗോൾഡിലും ഭാവി എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ സാർ നമുക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും വിദഗ്ധ ഉപദേശങ്ങൾക്ക് സാറിൻ്റെ കൈലാസ് ബുള്ളിയൻ എന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിൽ നന്ദി. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.